ഈ പറയുന്ന ന്യൂ ജനറേഷനെ കുട്ടികൾ അവിടെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഭജനം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വൺനെസ് അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും എല്ലാവരും ഒരുമിച്ച് പാടുമ്പോഴത്തേനും ക്രിയേറ്റ് ചെയ്യുന്നൊരു എനർജി ഉണ്ട്. നമുക്ക് ആ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹൈ ശരിക്കും ഞങ്ങൾ ആ ഓരോ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഹൈ ഉണ്ട് ഞങ്ങളുടെ തലയ്ക്കകത്ത്. ഞങ്ങൊരു ഹൈ ആവുന്നുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പല ആൾക്കാർക്കും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾക്ക് രാത്രി മുഴുവൻ ഞങ്ങളിങ്ങനെ ഫുൾ ഓണാണ്. ഞങ്ങൾ തല ഇങ്ങനെ കത്തി നിൽക്കും. നമുക്ക് അതൊരു ലഹരിയാണ്. ആ ഒരു സാധനം ശരിക്കും എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പല ആൾക്കാരും ബാക്കിയുള്ള ലഹരിയിലേക്കൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊരു നമ്മളെ ഓവറോൾ ഒരു ക്ലെൻസിങ് നമുക്ക് നടക്കും. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ കാര്യത്തിന് എഫക്റ്റ് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരോട് ബിഹേവ് ചെയ്യുമ്പോഴത്തേനും സംസാരിക്കുമ്പോഴത്തേനും അതിന് നമുക്ക് അവരുടെ ഒരു വൈരാഗ്യവും പല കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ടൊരു ക്ലാരിറ്റി ഓഫ് തോട്ട് പല കാര്യങ്ങളും നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. എപ്പോഴും മൈൻഡ് റിലാക്സ്ഡ് ആണല്ലോ. അങ്ങനെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ പല ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അവൻ അതിനേക്കാളും വൈൽഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്രേസി ആയിട്ടുള്ളൊരു ഇതിലേക്ക് എത്തും. അതാണ് ഇതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതൊരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്.